ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാണക്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഥകളരി മോഹനം എന്ന പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളെക്കുറിച്ചാണ്. അതിന് തൊട്ടു മുമ്പായി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ടൊന്ന് കേൾക്കുക. അതെങ്ങനെയാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ ഭാഗമാണ് പാഠഭാഗമായ കഥകളരി മോഹനം. ഈ ഒരു വരി നിങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഇൻട്രോ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഉത്തരപേപ്പർ നോക്കുന്ന അധ്യാപികയ്ക്ക് നിങ്ങളിലൊരു മതിപ്പ് ഉളവാക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഒരു എസ്സേ വരികയാണെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ കൂടി ഈ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ആദ്യമേ എടുത്തു പറഞ്ഞത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തൊരു ചോദ്യം വരികയാണെങ്കിലും നിങ്ങൾ ആദ്യം ഈ ഒരു വരി എഴുതി ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, കവിത കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ചോദ്യം ഇതാണ്: പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷതയെന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. ഞാൻ ഇങ്ങനെയാണ് ഉത്തരം എഴുതിയിരിക്കുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ ഭാഗത്ത് കവിക്കിളിക്ക് വിശേഷ്യമായ വിഭവങ്ങൾ നൽകുന്നു. പഞ്ചസാര ചേർത്ത് കാച്ചിക്കുറുക്കിയ പാലും തേനും വെല്ലവും ശർക്കരയും ചേർത്ത് തിരുമ്മിയെടുത്ത കദളിപ്പഴവും ദാഹശമനത്തിനായി ഇളനീരും കരിമ്പിൻ നീരും പാലും തേനും കവി കിളിക്ക് നൽകുന്നുണ്ട്. കവിയുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുവാനാണ് കിളിക്ക് കവി ഇത്തരത്തിലുള്ള വിശിഷ്ട ഭോജ്യങ്ങൾ നൽകുന്നത്. എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ഉത്തരം ഞാൻ എഴുതിയിട്ടുള്ളതൊന്ന് നോക്കാം. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ ഭാഗത്ത് കർണൻ ദുര്യോധനനോട് പറയുന്നതാണ് പാഠഭാഗത്തെ കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന വരി. കർണനോട് കൗരവ പടയുടെ സേനാപതിയാകുവാൻ സുയോധനൻ ആവശ്യപ്പെടുന്ന സമയത്താണ് കർണൻ ഇപ്രകാരം പറഞ്ഞത്. കർണസുഖം പറയുക എന്നാൽ മറ്റുള്ളവരിൽ പ്രീതി ജനിപ്പിക്കത്തക്ക വിധം എന്തും പറയുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തുടർന്ന് ദുര്യോധനൻ സ്നേഹപൂർവ്വം നീട്ടിയ സേനാപതി സ്ഥാനം ധർമ്മിഷ്ഠനായ കർണൻ നിരസിക്കുകയും തന്നേക്കാൾ യോഗ്യനായ ദ്രോണാചാര്യരെ തൽസ്ഥാനത്തേക്ക് അവരോധിക്കുവാനും കർണൻ ആവശ്യപ്പെടുന്നു. കർണൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപായി അതിലെ നന്മയെയും തിന്മയെയും സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. മഹാഭാരതത്തിലെ പ്രധാനിയും സർവസ്വഭാവ വിശേഷണങ്ങളുള്ള കർണന് ഒരിക്കലും കർണസുഖത്തിനായി ഒന്നും പറയുകയില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ വർത്തമാനകാലത്ത് കർണസുഖം പറയുകയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ചെയ്യുന്നത്. കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ സുഖിപ്പിച്ച് പറഞ്ഞ് എന്തും ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളത്. വർത്തമാനകാല സംഭവങ്ങളെ ആസ്പദമാക്കി കർണൻ്റെ മറുപടിയെ വിശകലനം ചെയ്യുമ്പോൾ നാം ഓരോരുത്തരിലും കർണൻ്റെ സ്വഭാവത്തിൻ്റെ ഒരംശമെങ്കിലും വളർന്നു വരേണ്ടതിനുള്ള സമയം അതിക്രമിച്ചതായി കാണാവുന്നതാണ്.